ആത്മബന്ധത്തിന്റെ ആഴക്കാഴ്ചയിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കും സ്വന്തമായിട്ട് നീണ്ട 4 പതിറ്റാണ്ട്. ഉമ്മൻചാണ്ടി 40 വർഷം പുതുപ്പള്ളിയിലെ MLA ആയി പ്രവർത്തിച്ചു എന്നതിന് എനിക്ക് യാതൊരു അത്ഭുതമില്ല, ഒരു അത്ഭുതമില്ല. ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്ന കാലത്തോളം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ MLA ആയിരിക്കും. ഉമ്മൻചാണ്ടി ജയിക്കുകയും ചെയ്യും. ഞാൻ ആദ്യകാലത്ത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം എനിക്കറിയാം. നാട്ടിലെത്തിയാൽ ഉമ്മൻചാണ്ടി നേതാവല്ല, പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞാണ്. അവിടെയുള്ള മരണത്തിനും കല്യാണത്തിനും അടിപിടിക്കും എന്തിനും ഉമ്മൻചാണ്ടി നാട്ടുകാരുടെ സഹായത്തിന് വേണ്ടിയിട്ട്. അവിടെ ഉമ്മൻചാണ്ടി നേതാവല്ല, കോൺഗ്രസ്സുകാരനല്ല, എല്ലാവരുടെയും ആളാണ്. ഉമ്മൻചാണ്ടി വോട്ട് ചെയ്യുന്നവരെല്ലാം കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കടുത്ത് ശത്രുക്കൾ വോട്ട് ചെയ്യാറ്. അതാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയ പ്രവർത്തനം. അത് വിദ്യാർത്ഥിക്കാലത്ത് തുടങ്ങി ഇന്നും നിലനിർത്തുന്നു. ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിലും കഴിയുന്നത്ര ഞായറാഴ്ച ദിവസങ്ങളിൽ പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി മാത്രം നീക്കിവെക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കും. അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും ഒരു ചെവി കൂടെ കേൾക്കും, മറു ചെവി കൂടെ കേൾക്കും. ഒരു അത്ഭുതകരമായ ഒരു ജനകീയ പ്രവർത്തന ശൈലിയാണ്. ഒരാൾ ഇവിടെ പറയും, ഒരാൾ അവിടെ പറയും. കുഞ്ഞൂഞ്ഞ് പുതുപ്പള്ളിയെയും പുതുപ്പള്ളി കുഞ്ഞൂഞ്ഞിനെയും കൂടെ നിർത്തിയ 40 വർഷങ്ങൾ. മാറി നോക്കണമെന്ന് കുഞ്ഞൂഞ്ഞിനോ മാറ്റി പരീക്ഷിക്കണമെന്ന് പുതുപ്പള്ളിക്കാർക്കോ തോന്നിയിട്ടില്ലാത്ത 9 തെരഞ്ഞെടുപ്പുകൾ. ഒരു ദിവസം അവിടെ അങ്ങാടി ചെന്നപ്പം ഒരാൾ അല്പം ഭീഷണിപ്പെടുത്തി. പുള്ളി ഭഗവത്തില്ല, പുള്ളി ചിരിച്ചുകൊണ്ട് തോളെ കൈയിട്ട് അല്പം മാറ്റി നിർത്തി സംസാരിച്ചു. ഒരു 5 മിനിറ്റ് സംസാരിച്ചു. ഇത് കഴിഞ്ഞപ്പം ഈ റേസായി അവന് പുറകെ ഇണക്കമുള്ള പട്ടി വരുന്ന കണക്ക് പുറകെ കയ്യും കെട്ടിപ്പോരുന്നു. പ്രശ്നം തീർന്നു. ആ നയം, ഈ ആരെയും കയ്യിലെടുക്കാനുള്ള ആ നയം ആ ചെറുപ്പം മുതലേ ഉണ്ട്. അത് വല്യപ്പനും ഉണ്ടായിരുന്നു ആ നയേ, വിജയ ഉമ്മൻ. ആ നയം തന്നെ ഈ പുള്ളിക്കും. അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. എല്ലാം തുടങ്ങുന്നത് 1970. കൃത്യമായി പറഞ്ഞാൽ 1970 സെപ്റ്റംബർ 17. ഖദറിന്റെ യുവത്വത്തിൽ ഉമ്മൻചാണ്ടി, പിളർപ്പിന്റെ പകയിൽ കോൺഗ്രസ്, ത്രികോണ പോരാട്ടത്തിൽ പകച്ച് പുതുപ്പള്ളി. ഇന്ദിരാ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് മാന്യമായി തോൽക്കണമെന്ന് മാത്രം. എതിരാളികൾ സിറ്റിംഗ് MLA EM ജോർജും സിൻഡിക്കേറ്റ് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PC ചെറിയാനും. പുലികളെ പിന്തള്ളി പയ്യനൊപ്പം നിന്നു പുതുപ്പള്ളി. പെട്ടി പൊട്ടിച്ചപ്പോൾ 7288 വോട്ടിന് അട്ടിമറി ജയം. 2ാം സ്ഥാനത്തേക്ക് പാർട്ടി ഇറക്കിയ ഉമ്മൻചാണ്ടി 1ാം സ്ഥാനത്ത്. ഉമ്മൻചാണ്ടി വീടിന്റെ പേര് പുതുപ്പള്ളി വിടുന്നു. പുതുപ്പള്ളിയുടെ ഒരു എത്രമാത്രം അടിഞ്ഞേർന്ന നേതാവാണ്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാർ ഇഷ്ടപ്പെടുന്ന അത്ഭുതമൊന്നുമില്ല. എല്ലാ ഇലക്ഷനും കഴിയുന്നവരും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കൂടുകയാണ്. അടുത്ത ഇലക്ഷനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അത് ആ ഉമ്മൻചാണ്ടി നിലനിർത്തി അന്ന് മുതൽ തുടക്കം മുതൽ ഇന്നുവരെ നാട്ടുകാരോട് കാണിച്ച വിശ്വസ്തത, അവരുടെ എല്ലാ ചെറുതുമതുമായ പ്രശ്നങ്ങളിൽ അവരിൽ ഒരാളെ പോയി അവരുടെ കുടുംബാംഗത്തെ പോലെ ഇടപെട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ അംഗീകാരം. എനിക്ക് 40 വർഷം ഉമ്മൻചാണ്ടി അവിടെ പൂർത്തീകരിച്ച് യാതൊരു അത്ഭുതമില്ല. ഇനി ഞാൻ മുതൽ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരെ ഉമ്മൻചാണ്ടി ഇവിടുത്തെ MLA അവിടുത്തെ പ്രൊവിൻസ് ഇലക്ഷൻ കഴിയുന്നവരും ഭൂരിപക്ഷം നേടും. അടുത്ത ഇലക്ഷനിൽ ഭൂരിപക്ഷം കൂടി ഞാൻ ഇപ്പോഴേ പറയാം. അതാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് മാത്രം ഉമ്മൻചാണ്ടി ഈ സ്ഥാനത്തെത്തിയതും ഇപ്പോൾ സ്ഥാനം കൊണ്ടുവരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു അത്ഭുതമില്ല. 77 PC ചെറിയാനുമായി വീണ്ടും അംഗം. ഭൂരിപക്ഷം ഇരട്ടിയായി 15910. പിന്നെയും 7 പോരാട്ടങ്ങൾ. ഭൂരിപക്ഷം 10,000-ൽ താഴെ വന്നത് 87-ൽ CPM-ലെ VN വാസവനോട് ഏറ്റുമുട്ടിയപ്പോൾ മാത്രം. ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ നല്ലതിനു വേണ്ടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്കങ്ങോട്ട് അറിയാൻ വളരെ ബുദ്ധിമുട്ട് വരും.
വളരെ വിഷമമുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ നല്ലതിനാകും എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതിനു വേണ്ടി ഭവിച്ചിട്ടുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ഞാൻ വളരെയേറെ പ്രശ്നങ്ങളിലിടപെടും. ഞാൻ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നയാളല്ല. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യുക. അങ്ങനെ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ രണ്ട് വിധത്തിലാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളെന്ന് പിന്നെ രണ്ട് വിധത്തിൽ അതിനെ പിന്നെ കാണും. അത് അതർ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ എടുക്കും. അപ്പോൾ ഒരാൾ നമ്മളെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് വളരെ പരുഷമായിട്ട് പെരുമാറുക. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അങ്ങനെ പെരുമാറുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി കാണും. ഞാൻ അത് നോക്കും. അത് അങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ചാൽ ഞാനത് സ്വയം തിരുത്തും. എനിക്ക് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു വിരോധവും ഉണ്ടാകത്തില്ല. മറിച്ച് ഒരു ന്യായീകരണവും ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ ആ ക്ഷോഭമൊക്കെ മാറി ശാന്തത വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞാൽ പരമാവധി മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ആ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഒരു വിധത്തിലും തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ട കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതർ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂടെ നമ്മൾ എടുക്കാൻ തയ്യാറായാൽ വളരെയേറെ പ്രശ്നത്തിലെടുക്കും. പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നല്ലതിനു വേണ്ടിയാണ് എന്ന് ഈ രണ്ട് ഒരു പ്രിൻസിപ്പിൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഒഴിവാക്കി നമുക്ക് മനസ്സമാധാനത്തോടെ നമുക്ക് കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളൊക്കെ ഈ മിക്കവാറും അങ്ങ് പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. ഞാൻ അല്ലാതെ പുറത്തുനിന്ന് ഇറങ്ങുന്ന വണ്ണും ഓരോ ഇലക്ഷൻ ജയിക്കുമ്പോഴും കുഞ്ഞ് താല്പര്യമില്ല. അപ്പോൾ വീട്ടിന് മുറ്റത്ത് പോലും ഇറങ്ങുന്ന കുഞ്ഞിനൊട്ടും താല്പര്യമില്ലാത്ത അത് ആദ്യകാലങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വന്ന് റിസൾട്ടൊക്കെ അറിയുമ്പോൾ അതായത് എനിക്കത് പുറത്ത് വരുന്ന ഇഷ്ടമില്ല, കുഞ്ഞിനത് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് അങ്ങ് ഇറങ്ങല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു വലിയ ആഘോഷമായിട്ടൊന്നും ഞാനും കണ്ടിട്ടില്ല, ഒരിക്കലും ആഘോഷിച്ചില്ല. അപ്പോൾ എനിക്ക് അപ്പോഴും തോറ്റ പാർട്ടിക്ക് ദുഃഖമാണല്ലോ എന്ന് എൻ്റെ സകലം. നമുക്ക് ജയമുണ്ടെങ്കിലും ഒരാൾ പോകുമ്പോഴത്തെ അവർക്ക് ദുഃഖമാണല്ലോ എന്ന് വിചാരം എന്നെ ഭരിക്കാറുണ്ട്.